ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബെൻസീനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ബെൻസീൻ അതിൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും എങ്ങനെയാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ലാതിരുന്ന കാലത്ത് കെക്കുലി എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഒരു സൈക്ലിക് സ്ട്രക്ചർ ബെൻസീന് ഡിസൈൻ ചെയ്തത്. ഈ സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യണമെങ്കിൽ നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ ഒരു കാർബണ് ഒരു ഹൈഡ്രജൻ എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ 6 കാർബൺ ആറ്റവും ഡയറക്റ്റ് ലിങ്ക് ചെയ്തതിന് ശേഷം ഓരോ കാർബണും ഓരോ ഹൈഡ്രജനെ ഹോൾഡ് ചെയ്താൽ ഈ കാർബൺ ചെയിൻ എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ മോളിക്കുലർ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുക എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇരുന്ന കാലത്താണ് കെക്കുലി ഇങ്ങനൊരു സൈക്ലിക് സ്ട്രക്ചർ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത്. കെക്കുലി പറഞ്ഞത് ഓരോ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റാണ്. ഓരോ കാർബണിലും ഒരു അൺഹൈബ്രിഡൈസ്ഡ് p-z ഓർബിറ്റലുണ്ടെന്നും ആ p-z ഓർബിറ്റിൽ ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഓരോ ഇലക്ട്രോൺ ഈ റിങ്ങിനകത്ത് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് കെക്കുലി സജസ്റ്റ് ചെയ്ത സ്ട്രക്ചറാണ് കെക്കുലി സ്ട്രക്ചർ 1 and 2 എന്ന് അറിയപ്പെടുന്നത്. ദിസ് ഈസ് സ്ട്രക്ചർ 1 ആൻഡ് ദാറ്റ് ഈസ് റെസൊണേറ്റിംഗ് വിത്ത് അനദർ സ്ട്രക്ചർ ദാറ്റ് ഈസ് കെക്കുലി സ്ട്രക്ചർ 2 ലൈക്ക് ദിസ്. ഈ സ്ട്രക്ചറിൽ നമുക്ക് കാണാം 3 ഡബിൾ ബോൺസ് ഉണ്ട്. അതിൻ്റെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ആണെങ്കിലും 3 ഡബിൾ ബോൺസ് ഉണ്ട്. അപ്പോൾ സാധാരണ കാർബൺ ഡബിൾ ബോണ്ട് വരുമ്പം അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, ഉദാഹരണത്തിന് എത്തിലീൻ അറിയാം നമുക്ക്. എത്തിലീൻ എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഇവിടെ അഡിഷൻ റിയാക്ഷൻ നടക്കും. ഈ ബോണ്ടിനെ ഇതൊരു സിഗ്മ ബോണ്ടും ഇതൊരു പൈ ബോണ്ടും ആയിരിക്കും. അപ്പോൾ പൈ ബോണ്ടിനെ വേഗത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ അഡിഷൻ നടക്കാം. ഡബിൾ ബോണ്ട് എപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബെൻസീൻ റിങ്ങിനകത്ത് 3 ഡബിൾ ബോണ്ട്സ് വരുമ്പം അത് ഹൈലി റിയാക്റ്റീവ് ആകണ്ടേ? ഇതായിരുന്നു അന്നത്തെ ചോദ്യം. അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആരോമാറ്റിസിറ്റി. ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്, മിക്കവാറും പ്ലാന്റ് ഒറിജിനായിട്ടുള്ള ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിന് ഒരു സ്പെഷ്യൽ സ്മെൽ, ഒരു പ്ലസൻറ്റ് സ്മെൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ടാണ് അതിനെ അരോമ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം കോമ്പൗണ്ടിൻ്റെ ആ പ്രോപ്പർട്ടിക്ക് ആരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞു തുടങ്ങി. എങ്കിലും ആരോമാറ്റിസിറ്റിക്ക് ഒരു ഡെഫിനിഷനുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ കണ്ടു, ബെൻസീൻ എന്ന് പറയുന്നത് അൺസാച്ചുറേഷൻ ഉണ്ട്, അതായത് കാർബൺ ഡബിൾ ബോണ്ട് അവിടെയുണ്ട്. എങ്കിലും ബെൻസീൻ കോമ്പൗണ്ട്സ് ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ പോലെ വളരെ സ്റ്റേബിളായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം in spite of multiple bonds, in spite of 3 carbon double bonds, the compound is found to be stable. It is not an unsaturated compound. It behaves like a saturated compound. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്, ഈ ബെൻസീൻ റിങ് അല്ലെങ്കിൽ ബെൻസീൻ കോമ്പൗണ്ട്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അഡീഷൻ റിയാക്ഷനാണ് നടത്തേണ്ടത്. അതിന് പകരം ബെൻസീൻ റിങ് സ്റ്റേബിളാക്കി വെച്ചിട്ട് അതിലുള്ള ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് തരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു തന്നെ, സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് ഹൈലി സ്റ്റേബിളാണ്. 5 മെമ്പേർഡ് 6 മെമ്പേർഡ് അല്ലെങ്കിൽ 7 മെമ്പേർഡ് റിങ്സ് ഉള്ള സൈക്ലിക് കോമ്പൗണ്ട്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ മിക്കവാറും അത് ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലാനാർ മോളിക്യൂൾസ് ആയിരിക്കും. പിന്നെ ദർ ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ്. അത് നമുക്ക് അതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് NMR സ്പെക്ട്രോസ്കോപ്പി വഴി ഈ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിനെ പ്രൂവ് ചെയ്തിട്ടും ഉണ്ട്. ഈ ആരോമാറ്റിസിറ്റി അല്ലെങ്കിൽ ആരോമാറ്റിക് സ്റ്റെബിലിറ്റി എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് റോബിൻസൺ എന്ന സയൻറ്റിസ്റ്റാണ്. 1925 റോബിൻസണാണ് ആദ്യമായിട്ട് ഈ ആരോമാറ്റിസിറ്റിക്ക് ഒരു റീസൺ കൊണ്ടുവന്നത്. അപ്പോൾ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ ബെൻസീൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ഈ ആരോമാറ്റിസിറ്റി എക്സിബിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനൊരു പേര് കൊടുത്തു, ആരോമാറ്റിക് സെക്സ്റ്ററ്റ്. അതായത് ബെൻസീനകത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ
അതിനകത്ത് 6 പൈ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ആരോമാറ്റിക് സെക്സ്റ്ററ്റ്, ഒരു ലാംഗ്വേജിൻ്റെ ഇതാണ് സെക്സ്റ്ററ്റ് വെച്ചിരുന്നത്, ആരോമാറ്റിക് സെക്സ്റ്ററ്റ്, ദറ്റ് ഈസ് 6 ഇലക്ട്രോൺസ് എന്നുള്ള 6 പൈ ഇലക്ട്രോൺസിൻ്റെ സിസ്റ്റം. ആ ഒരു 6 പൈ ഇലക്ട്രോൺസ് ഫോമിങ് എ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ്, അതാണ് ഈ റിങ്ങിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്നാണ് റോബിൻസൺ മനസ്സിലാക്കിയത്. അതിനുശേഷം ബെൻസിൻ മാത്രമല്ല മറ്റ് പല കോമ്പൗണ്ട്സും, സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സും അതുപോലെ തന്നെ പ്ലാനാർ സ്ട്രക്ചറുള്ള കോമ്പൗണ്ട്സും ഇതുപോലെ ആരോമാറ്റിക് ബിഹേവിയർ, അതായത് അതിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് ഒരു അൺസാച്ചുറേഷൻ നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും ആ കോമ്പൗണ്ട്സ് സാച്ചുറേറ്റഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് തരുന്നത്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്, അത് റിങ്ങിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും എന്നും മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരോമാറ്റിസിറ്റിക്ക് കുറച്ചുകൂടെ വൈഡായിട്ടുള്ളൊരു ഡെഫിനിഷൻ ആവശ്യമായി വന്നു. അങ്ങനെയാണ് 1937 ഹക്കൽ 4n+2 പൈ ഇലക്ട്രോൺ റൂള് സജസ്റ്റ് ചെയ്തത്. ആ കാലയളവിൽ ഡെവലപ്പ് ചെയ്ത മോളിക്കുലർ ഓർബിറ്റൽ തിയറി MOTയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു തിയറി സജസ്റ്റ് ചെയ്തത്. ഇവിടെ 4n+2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലൂപ്പ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്ലിക് സിസ്റ്റത്തിനകത്ത് വരുന്ന നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസിൻ്റെ നമ്പർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 4n+2. n നമുക്ക് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഇല്ല. n 0 മുതൽ ഉള്ള ഏതെങ്കിലും ഒരു ഇൻ്റഗ്രൽ വാല്യൂ അതിന് എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 4n+2ൽ n 0 ആയിട്ട് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 പൈ ഇലക്ട്രോൺസ്. n 1 ആയിട്ട് വരുമ്പോൾ നമുക്ക് 6 പൈ ഇലക്ട്രോൺസ് കിട്ടും. n 2 ആകുമ്പോൾ നമുക്ക് 10 പൈ ഇലക്ട്രോൺസ് കിട്ടും. 3 ആകുമ്പോൾ 14 പൈ ഇലക്ട്രോൺസ്. ഈ രീതിയിൽ എന്നിന് നമുക്ക് ആ സിസ്റ്റം എക്സാമിൻ ചെയ്യുമ്പം അതിനകത്ത് 2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം 4n+2 റൂളിൽ n 0 ആയിട്ടുള്ള വാല്യൂ ആണ് അവിടെ സ്യൂട്ടബിൾ ആയത്. ആ രീതിയിൽ അല്ലാതെ റിങ്ങിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ റിങ്ങോ ഒന്നുമല്ല n എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. n എന്ന് പറയുന്നത് ഒരു നമ്പർ, അത് 0 മുതൽ ഏത് നമ്പറും ആകാം. അപ്പോൾ നമ്മൾ അവിടുത്തെ പൈ ഇലക്ട്രോൺസിനെ എണ്ണി നോക്കുന്നു. അത് 2 പൈയോ 6 പൈയോ 10 പൈയോ ഇങ്ങനെ ഏത് വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ n വാല്യൂ ഇതായിരിക്കും, 0യോ 1ഓ 2ഓ ആയിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കാം. അപ്പം ഇത് ഒരു റൂളാണെങ്കിൽ ഇത് എല്ലാ കോമ്പൗണ്ട്സും ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 4n+2 പൈ റൂൾ അനുസരിച്ച് ഒരു മോളിക്യൂള് ആരോമാറ്റിക് ആകണമെങ്കിൽ അതിൽ ഫുള്ളി കോൺജുഗേറ്റഡ് ആയിരിക്കണം. അതായത് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ടായിരിക്കണം. ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞാൽ അടുത്തത് ഡബിൾ ബോണ്ട് ആയിരിക്കണം, പിന്നെ സിംഗിൾ ബോണ്ട് ആയിരിക്കണം, പിന്നെ ഡബിൾ ബോണ്ട് ആയിരിക്കണം. അങ്ങനെ ഫുള്ളായിട്ട് ഈ കോൺജുഗേഷൻ ഉണ്ടായിരിക്കണം. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പ് കിട്ടത്തില്ല. അത് കഴിഞ്ഞാൽ പറയുന്നത് സൈക്ലിക് സിസ്റ്റം ആയിരിക്കണം, അതായത് ക്ലോസ്ഡ് റിങ് ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് ദ റിങ് ഷുഡ് ബി എ പ്ലാനാർ റിങ്. പ്ലാനാർ റിങ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ, കാർബൺ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 വന്നാലാണ്, നമുക്കറിയാമല്ലോ ട്രൈഗണൽ ഹൈബ്രിഡൈസേഷനാണ് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒരു ട്രയാങ്കുലർ പ്ലെയിനിലായിരിക്കും, അതിൻ്റെ സെൻറ്ററിലായിരിക്കും കാർബൺ ആറ്റം വരുന്നത്. അതിൻ്റെ 3 വാലൻസി 3 കോർണറിലേക്കായിരിക്കും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാനാർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കണം. അതുകൂടാതെ പോളി ആൽക്കീൻസ് ആയിരിക്കണം, അതായത് ഡബിൾ ബോണ്ട് ഒന്ന് വരുന്ന കേസും നമുക്ക് നോക്കാം. അപ്പം ഒന്നോ അതിൽ കൂടുതലോ അങ്ങനെ പോളി ആൽക്കീൻസ് ആയിരിക്കണം എന്നാണ്. ദെൻ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആകാം. വെൻ n is equal to 0 it is 2, n is equal to 1 it is 6 and so on. അത്രയും പൈ ഇലക്ട്രോൺസ്. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ ഒബേയിങ് ഹക്കൽസ് റൂൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ഇങ്ങനെ ഹക്കൽ റൂൾ അനുസരിച്ച് ആരോമാറ്റിക് ആകുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ കേസ് തന്നെ നമ്മുടെ ബെൻസീനാണ്. അപ്പോൾ 4n+2 റൂൾ അനുസരിച്ച് നമുക്ക് 2 രീതിയിൽ കോമ്പൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ബെൻസീൻ റിങ് വരുന്നതെല്ലാം ബെൻസിനോയിഡ് ആരോമാറ്റിക്സും, ബെൻസീൻ ടൈപ്പ് റിങ് വരാതെ ആരോമാറ്റിക് ആകുന്നതെല്ലാം നോൺ ബെൻസിനോയിഡ് ആരോമാറ്റിക്സും ആയിരിക്കും. അതിൽ നമുക്ക് ആദ്യം ബെൻസീൻ ടൈപ്പ് കോമ്പൗണ്ട്സ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ബെൻസീനാണ് C6H6. C6H6ൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺസ്, അങ്ങനെ 6 ഇലക്ട്രോൺസ്. സോ n എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരിക്കും. സോ 4n+2
2 റൂൾ അനുസരിച്ചിട്ട് 6 പൈ ഇലക്ട്രോൺസ് ഫോമിങ് എ ക്ലോസ്ഡ്. ഇത് കെക്യുലി സ്ട്രക്ചർ നമ്മൾ വരച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയാനാണ്. ഇതിനകത്ത് ആക്ച്വലി ആ റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് വരും, അല്ലെങ്കിൽ നമ്മളൊരു ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നാഫ്തലീനാണ്. ദിസ് കോമ്പൗണ്ട് ഈസ് നാഫ്തലീൻ. നാഫ്തലീൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇവിടെ 2, 4, 6, 8, 10 ഇലക്ട്രോൺ. സോ 4n+2 പൈ ഇലക്ട്രോണിൽ n = 2 വരുമ്പോഴത്തേക്ക് 4 × 2 8 + 2 10 പൈ ഇലക്ട്രോൺസ് വരും. അതിനുശേഷം നമുക്ക് എടുക്കാനുള്ളത് ആന്ത്രസീൻ. ആന്ത്രസീൻ 3 ബെൻസിൻ റിങ് ഫ്യൂസ് ചെയ്ത കോമ്പൗണ്ടാണ് ആന്ത്രസീൻ. അവിടെയും 2, 4, 6, 8, 10, 12, 14. സോ n അവിടെ 3 ആയിട്ടാണ് വരുന്നത്. 4n+2ൽ n 3 വരുമ്പോൾ 14 പൈ ഇലക്ട്രോൺസിൻ്റെ ആരോമാറ്റിക്സ്. അതുപോലെ മറ്റൊരു കോമ്പൗണ്ടാണ് ഫിനാൻത്രീൻ. ഫിനാൻത്രീനിൽ ഒരു റിങ് ആന്ത്രസീൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിങ് ബെൻസിൻ റിങ് മറ്റൊരു തരത്തിൽ ഫ്യൂസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഫിനാൻത്രീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഐസോമറിക് ഫോമാണ്. അവിടെയും നമുക്ക് 14 ഇലക്ട്രോൺസിനെ കാണും. അപ്പം 6 പൈ ബെൻസിനോയിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും 6 പൈ ആണ് അതിൻ്റെ ലോവസ്റ്റ്. ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് ആകുമ്പോൾ ബെൻസിൻ റിങ് മസ്റ്റാണ്. അതുകൊണ്ട് 6 പൈ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് 4n+2 റൂൾ ഒബേ ചെയ്യുന്ന ചില ഡെറിവേറ്റീവ്സ് ആണ്. ദീസ് ആർ കോൾഡ് ബെൻസിനോയിഡ് ആരോമാറ്റിക്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നോൺ ബെൻസിനോയിഡ് ആരോമാറ്റിക്സ് ആണ്. നോൺ ബെൻസിനോയിഡ് ആരോമാറ്റിക്സിൽ നമ്മൾ ബെൻസിൻ റിങ് ഇല്ല. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് 4n+2 റൂൾ ഒബേ ചെയ്യണം. ദാറ്റ് ഈസ് സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ. 3 കാർബൺ ആറ്റത്തിൻ്റെ ഒരു റിങ് ഫോം ചെയ്യുന്നു. ഓരോ കാർബണിനും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. ഇത് രണ്ടും കൂടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ 3 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരും നമുക്ക്. ഇവിടെ ഇത് തമ്മിലൊരു ബോണ്ട്, പിന്നെ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു പ്ലസ്, പിന്നെ അടുത്ത സ്ട്രക്ചറിൽ ഇവിടെ ബോണ്ട് വന്നിട്ട് ഇവിടെ ഒരു പോസിറ്റീവ്. അങ്ങനെ 3 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരുന്നതുകൊണ്ട് നമുക്കതെല്ലാം കൂടെ ചേർത്ത് ഒരു ട്രയാങ്കിളും അതുപോലെ അതിനകത്തൊരു ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് 2 ഇലക്ട്രോൺസ്. ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് 2 പൈ സിസ്റ്റമാണ് അത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 6 പൈ സിസ്റ്റമാണ്. അതായത് ബെൻസീൻ അല്ലാതെ വരുന്ന മറ്റ് 6 പൈ സിസ്റ്റം ഏതൊക്കെയാണ്? അപ്പോൾ അവിടെ നമുക്ക് ഒരു C5H5, അതായത് 5 കാർബൺ ആറ്റം ഫോമിങ് എ പെൻറ്റഗൺ. ആ പെൻറ്റഗണിൽ വരുമ്പോഴത്തേക്ക് ഓരോ കാർബണിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ 5 ഇലക്ട്രോൺസ് ഓൾറെഡി റിങ്ങിലുണ്ടാവും. ഇനി ഒരു എക്സ്ട്രാ ഇലക്ട്രോണും കൂടെ റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് C5H5 മൈനസ് ആവും. സോ ദാറ്റ് ഈസ് സൈക്ലോപെൻറ്റ ഡൈഈനൈൽ ആനയോൺ. ശ്രദ്ധിക്കണം, ഇവിടെ പ്രൊപ്പീനൈൽ കാറ്റയോൺ പോസിറ്റീവ്ലി ചാർജ്. ഇത് സൈക്ലോപെൻറ്റ ഡൈനൈൽ ആനയോൺ. ദാറ്റ് ഈസ് C5H5 നെഗറ്റീവ് ആൻഡ് ദിസ് ഈസ് C3H3 പോസിറ്റീവ്. അത് നിങ്ങൾക്ക് പരിചയമുള്ള ഫെറസീൻ ഫോം ചെയ്യുന്ന ഇതുപോലെയാണ്. 2 സൈക്ലോപെൻറ്റ ഡൈഈനൈഡ്, നമ്മൾ അയോണായിട്ട് പറയുമ്പോൾ ഡൈഈനൈഡ് ആനയോൺ എന്നും പറയാം. അങ്ങനെ ബിസ് സൈക്ലോപെൻറ്റ ഡൈഈനൈഡ് ആണ് ഫെറസിൻ്റെ. ഫെറസ് ബിസ് സൈക്ലോപെൻറ്റ ഡൈഈനൈഡ് ഈസ് ഫെറോസീൻ. അപ്പം C5H5 ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്തു. അവിടെ ഒരു അഡീഷണൽ ഇലക്ട്രോൺ കൂടെ വന്നിട്ടാണ് 6 പൈ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 6 പൈ സിസ്റ്റത്തിന് നമുക്ക് മറ്റ് ചില എക്സാമ്പിൾസും കൂടെ ഉണ്ട്. അത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. അതായത് കാർബൺ മാത്രമല്ല മറ്റ് ആറ്റംസിനും ഇതുപോലെ റിങ് ഫോം ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്യുറാനാണ്. അതായത് ഒരു 5 മെമ്പേർഡ് റിങ്ങിൽ ഒരു കാർബൺ പോയിട്ട് ഓക്സിജൻ ആണെങ്കിൽ അതിനെ ഫ്യുറാൻ എന്ന് വിളിക്കും, സൾഫർ ആണെങ്കിൽ അതിനെ തയഫീൻ എന്ന് വിളിക്കും, നൈട്രജൻ ആണെങ്കിൽ അതിനെ നമ്മൾ പൈറോൾ എന്ന് വിളിക്കും. ഓക്സിജൻ വാലൻസി 2 ആണ്, സൾഫർ വാലൻസി 2 ആണ്. പൈറോളിലാണെങ്കിൽ നൈട്രജൻ വാലൻസി 3 ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ ഓക്സിജനിലും സൾഫറിലും ഹൈഡ്രജൻ ഇല്ല, പക്ഷേ നൈട്രജൻ വരുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എല്ലാ ആറ്റത്തിൻ്റെയും വാലൻസി സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഓൾറെഡി 2 ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ. ഈ ഓക്സിജൻ്റെ ലോൺ പെയർ 2 ഇലക്ട്രോണാണ്. അങ്ങനെ ഇവിടെ ഒരു 6 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആകും. ഇവിടെ സൾഫറും ഓക്സിജൻ്റെ അതേ ഫാമിലി ആയതുകൊണ്ട് അവിടെയും 6 പൈ ഇലക്ട്രോൺസ് ആകും. ഇവിടെ നൈട്രജൻ്റെ 2 ലോൺ പെയർ എടുക്കുന്നു. ഓക്സിജനും സൾഫറിനും ഈ അടുത്ത മറ്റൊരു ലോൺ പെയർ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. അത് ഡീലോക്കലൈസേഷനിൽ വരുന്നില്ല. നൈട്രജൻ്റെ കേസിൽ നൈട്രജൻ്റെ ലോൺ പെയർ ആകെയുള്ള ഒരു ലോൺ പെയർ റിംഗ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്.
ആ പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഈ കോമ്പൗണ്ട്സും ആരോമാറ്റിക് സ്റ്റെബിലിറ്റി കാണിക്കുന്ന കോമ്പൗണ്ടാണ്. അതായത് ബെൻസീൻ സ്ട്രക്ചർ ഇല്ലാതെ തന്നെ ആരോമാറ്റിക് സ്റ്റെബിലിറ്റി കാണിക്കുന്നു. അല്ലെങ്കിൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്, ബട്ട് ദേ ആർ നോൺ ബെൻസിനോയിഡ് ആരോമാറ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് മറ്റ് ചില കോഞ്ചുഗേറ്റഡ് സിസ്റ്റംസ് പരിചയപ്പെടാം. ഒന്ന് സൈക്ലോബ്യൂട്ടാഡൈൻ ആണ്. സൈക്ലോബ്യൂട്ടാഡൈനിൽ ഇവിടെ നമ്പറിങ് വരുന്നത് 1 2 3 4, അതായത് സൈക്ലോബ്യൂട്ട 1 3 ഡൈഇനാണ്. തീർച്ചയായിട്ടും ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോൺസ് വന്നുകൊണ്ട് ഇതൊരു കോഞ്ചുഗേറ്റഡ് സിസ്റ്റമാണ്. അതുപോലെയുള്ള ഒരു കോമ്പൗണ്ടാണ് സൈക്ലോ ഒക്റ്റ ടെട്രാഈൻ. സൈക്ലോ ഒക്റ്റ ടെട്രാഈൻ എന്ന് പറഞ്ഞാൽ ടെട്ര 4 ഡബിൾ ബോൺസ്. അപ്പോൾ ഇവിടെ 4 ഡബിൾ ബോണ്ട് കാണാം. അപ്പം സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇങ്ങനെ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വന്ന് രണ്ടും കോഞ്ചുഗേറ്റഡ് സിസ്റ്റമാണ്. പക്ഷേ ദീസ് ആർ നോട്ട് ആരോമാറ്റിക്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ 4 പൈ ഇലക്ട്രോൺസ് ആണ്, ഇവിടെ എന്ന് പറയുന്നത് 8 പൈ ഇലക്ട്രോൺസ് ആണ്. അപ്പം അത് മാത്രമല്ല ഈ സൈക്ലോ ഒക്റ്റ ടെട്രൈന് നോൺ പ്ലാനാറുമാണ്. പ്ലാനാർ അല്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ല. ആരോമാറ്റിക് സ്റ്റെബിലിറ്റി ഇല്ല. ദേ ആർ ഹൈലി റിയാക്റ്റീവ്. ആരോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ആ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റിയാണ്. എന്നാൽ ആൻറ്റി ആരോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് സ്റ്റെബിലിറ്റിയാണ്. ഒരു അരോമാറ്റിസിറ്റി എന്നൊരു പേര് വന്നതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ വരുന്നതിനെ നമ്മൾ ആൻറ്റി അരോമാറ്റിസിറ്റി എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അവിടെ 4n+2 ശരിക്ക് അരോമാറ്റിസിറ്റി എന്ന് പറയുമ്പോൾ 4n+2 പൈ ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയനും ഫോളോ ചെയ്യുന്ന കോമ്പൗണ്ട്സാണ് അരോമാറ്റിക്. അതല്ലാതെ വരുന്നത് ആൻറ്റി അരോമാറ്റിക് ആണ്. അപ്പം കോഞ്ചുഗേറ്റഡ് സിസ്റ്റം ഉണ്ട്, നമുക്ക് അരോമാറ്റിക് ആണെന്ന് തോന്നും, പക്ഷേ അത് ആരോമാറ്റിക് അല്ല. അത് മാത്രമല്ല അവിടെ ആരോമാറ്റിക് കോമ്പൗണ്ടിനെ പോലുള്ളൊരു സ്റ്റെബിലിറ്റി ഇല്ല. അവിടെ ഒരു ഡിക്രീസ്ഡ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മോർ റിയാക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്ലോബ്യൂട്ടാഡൈൻ തന്നെ കണ്ടാൽ ആരോമാറ്റിക് ആണെന്ന് തോന്നും, പക്ഷേ കോഞ്ചുഗേഷനുണ്ട്, പക്ഷേ അത് അരോമാറ്റിക് അല്ല. സൈക്ലിക്കാണ്, കോഞ്ചുഗേഷനുണ്ട്, പക്ഷേ ഇപ്പോൾ 4n+2 റൂള് ഒബേ ചെയ്യുന്നില്ല. ദേ ആർ 4n പൈ ഇലക്ട്രോൺ സിസ്റ്റംസ് ആണ്. 4n പൈ ഇലക്ട്രോൺ സിസ്റ്റംസ്. ഇവിടെ n1 ആകുമ്പോഴത്തേക്ക് അത് 4 പൈ ആകും, n2 ആകുമ്പം 8 പൈ ആകും. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതായിട്ട് 1,3 സൈക്ലോബ്യൂട്ടാഡൈൻ ഒരു പ്രാവശ്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ആരോമാറ്റിക് അല്ല, പക്ഷേ അതിന് ആൻറ്റി ആരോമാറ്റിക് ആണെന്ന് പറയാം. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ആരോമാറ്റിക് ബട്ട് നോട്ട് ആരോമാറ്റിക്. ദെൻ സൈക്ലോപെൻറ്റാഡൈനൈൽ കാറ്റയോൺ. സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ ഇസ് aromatic, but cation is anti-aromatic because there is only 4 pi electrons. അടുത്തായിട്ട് നമുക്ക് സൈക്ലോഹെപ്റ്റാട്രൈനൈൽ ആനയോൺ ആണ്. സൈക്ലോഹെപ്റ്റാട്രൈനൈൽ ആനയോൺ, അതായത് ഇവിടെ നമുക്ക് 2 4 6 ഇവിടെ ഒരു നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അതായത് എല്ലാ കാർബൺ ആറ്റത്തിലും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ 7 എണ്ണത്തിലും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ നമ്മുടെ C5H5- പോലെ ഇത് C7H7-. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 2 4 6 8 പൈ ഇലക്ട്രോൺസ് വരും. സോ സൈക്ലോഹെപ്റ്റാട്രൈനൈൽ ആനയോൺ 7 സെൻറ്റേഴ്സ് ഉണ്ട്, 3 ഡബിൾ ബോൺസ് ഉണ്ട്, പിന്നെ ഈനൈൽ ആനയോൺ ആണ്, നെഗറ്റീവ് അയോൺ ആണ്. അതുകൊണ്ട് സൈക്ലോഹെപ്റ്റാട്രൈനൈൽ ആനയോൺ ഇസ് എൻ 8 പൈ സിസ്റ്റം. 4n പൈ ഇലക്ട്രോൺ സിസ്റ്റം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആൻറ്റി ആരോമാറ്റിക് ഇൻ ക്യാരക്ടർ. ദിസ് ഈസ് ഹക്കൽസ് റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി.